പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ വളരെയധികം വ്യക്തികൾ നമ്മളിലൂടെ കടന്നുപോയി. അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ ഏറെ സ്വാധീനിച്ചു. ഇന്നേ ദിവസം നമ്മളോടൊത്തുള്ളത് ബാബു ദാനിയൽ എന്ന സഹോദരനാണ്. അദ്ദേഹം സെൻറ്റ് ബെനഡിക്റ്റ് മലങ്കര കാത്തലിക് ചർച്ച് അംഗവും കോന്നി താഴ്ത്തുന്ന സ്ഥലത്ത് നിവാസിയുമാണ്. അദ്ദേഹത്തെ നമുക്ക് ശ്രവിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കട്ടെ. കൂടുതൽ നമുക്ക് ആത്മീയ ഉണർവും ഒരു ആത്മീയ പ്രേക്ഷിതത്വത്തിലെ ഒരു വ്യക്തിക്ക് എങ്ങനെ വളരാമെന്ന് കാണുവാൻ ഇടയാക്കും. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് ബാബുവാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ അവനൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബാബു. ഞാൻ 18 വർഷക്കാലം ആർമിയിൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 1 വർഷക്കാലം ഞാൻ വീട്ടിലായിരുന്നു. ശേഷം ഞാൻ ദുബൈയിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോയി. അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സേഫ്റ്റി മാനേജറായിട്ട് 12 വർഷക്കാലം സർവീസ് ചെയ്തു. ഇപ്പം ഞാൻ 2 വർഷം കൊണ്ട് ഇപ്പം വീട്ടിലാണ്. എൻ്റെ ഭാര്യ സുജ ബാബു. എനിക്ക് 2 മക്കൾ. മൂത്ത മോൻ ബെന്നി ബാബു. പുള്ളിക്കാരൻ ഇവിടെ ചണ്ഡീഗഡ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ശേഷം ന്യൂയോർക്കിൽ ഇപ്പം പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഒപ്പം ജോലിയും കൂടെ. എൻ്റെ ഇളയ മകൾ ഡെൽന ബാബു ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അച്ചാച്ചനും അമ്മയും 2 വർഷക്കാലത്തിനുള്ളിൽ ഈ ലോകത്തുനിന്ന് വേർപിരിഞ്ഞ് നിത്യത്തിലേക്ക് കടന്നുപോയി. എനിക്ക് 3 സഹോദരങ്ങൾ. എൻ്റെ മൂത്ത സഹോദരി ലീലാമ്മ മത്തായി ഇവിടെ വീടിനടുത്ത് പുള്ളിക്കാരത്തെ വിവാഹം കഴിച്ചു. അവർ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നു. 3 മക്കളുമായിട്ട് അവർ കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. എൻ്റെ ഇളയ സഹോദരി പത്തനംതിട്ടയിൽ അഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായിട്ട് അവരവിടെ ജീവിക്കുന്നു. എൻ്റെ ഏറ്റവും ഇളയ സഹോദരി ലിസി സന്തോഷ്, പുള്ളിക്കാരത്തി കുടുംബമായിട്ട് കുവൈറ്റിലായിരിക്കുന്നു. ബൈബിൾ പഴയ നിയമത്തിലെ പല സഭാപിതാക്കന്മാരും തങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ദൈവാനുഭവത്തിൻ്റെ കല്ല് സ്ഥാപിച്ചുകൊണ്ട് പോയവരെ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് യാക്കോബിനെ. ഇതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലും ആത്മീയ പ്രേക്ഷിതത്വത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആത്മീയരെ ഇതുപോലുള്ള ദൈവാനുഭവത്തിൻ്റെ കല്ലുകൾ എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള അനുഭവങ്ങളുണ്ട്. ഭവനൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ യേശുവിനെ അറിഞ്ഞത് ഞാൻ പട്ടാളത്തിൽ ജോലി ചെയ്തതിൻ്റെ ഒരു 2-3 വർഷത്തിന് ശേഷമാണ്. കാരണം അന്നുവരെ ഞാൻ ജീവിച്ചിരുന്നത് ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി എന്ന ഒരു നാമം മാത്രം. അത്രേ എനിക്കറിയത്തുള്ളൂ. ക്രിസ്ത്യാനി എന്ന ഒരു പേര് മാത്രം. അതല്ല, അതിൻ്റെ അപ്പുറത്ത് ക്രിസ്തു ആരാണെന്നോ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്നോ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നതെന്നോ ഒന്നും എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാലത്ത് 90ൻ്റെ കാലയളവിൽ കരിസ്മാറ്റിക് യോഗം, പ്രാർത്ഥനാ കൂട്ടായ്മ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ കരിസ്മാറ്റിക് യോഗം നമ്മുടെ മാത്യു നായ്ക്കുമ്പ്ര അച്ഛന് അങ്ങനെയുള്ള പല കൂട്ടായ്മകളെ സംബന്ധിച്ച് എൻ്റെ സഹോദരങ്ങൾ ആ കൂട്ടായ്മയിലൊക്കെ പോയി സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സിനിമ കാണാനെ കൊണ്ട് ഒരു ഉച്ചയ്ക്ക് മാറ്റിനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടി അവധിക്ക് വന്ന സമയത്ത് 2 മണിയായ സമയത്ത് അന്ന് ഉച്ചയ്ക്ക് ആ വീട്ടിൽ നേരത്തെ അമ്മാമ്മ എൻ്റെ എന്നെ ക്ഷണിച്ചിരുന്നു, ബാബു കൂട്ടായ്മയ്ക്ക് വരണം. നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ചെറുപ്പകാലമല്ലേ. അങ്ങനെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ആരോ പിടിച്ചു നിർത്തിയതുപോലെ ഞങ്ങൾ രണ്ടുപേരും എന്നെ അവിടെ നിർത്തി. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ കൂട്ടായ്മയിൽ കയറാതെ അടുക്കള ഭാഗത്തോട് കയറി അടുക്കളയിലിരുന്നു. അവിടെ ഒരു ബെഞ്ചുണ്ടായിരുന്നു, ഞാൻ അവിടെ ഇരുന്നു. ഈ അമ്മാമ്മ ഇത് കണ്ടപ്പോൾ എന്നെ ഇത് പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ കൂട്ടായ്മയുടെ മധ്യത്തിൽ എന്നെ അവിടെ കൊണ്ടിരുത്തി. എനിക്ക് ഭയങ്കര ഒരു ദൈവാനുഭവം ഉണ്ടായി. ഞാനങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി, നിലവിളിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ദൈവസ്നേഹത്തിൻ്റെ ഒരു ആരംഭത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതിനുശേഷം ഞാൻ ഡിവൈനിൽ ഒരു ധ്യാനത്തിന് പോയി, ധ്യാനം കൂടി. അതിന് മുമ്പേ പട്ടാളത്തിൽ നമുക്കറിയാം മദ്യം ആവശ്യത്തിന് കിട്ടും. ആദ്യം എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് ഗോവയിലാണ്. ഗോവ എന്ന് പറയുന്നത് നമുക്കറിയാം മദ്യം സുലഭമായിട്ട് ഓരോ വീട്ടിലും കിട്ടുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെ വെളിയിൽ പോയി കഴിക്കും, പട്ടാളത്തിൽ കിട്ടുന്നതും കഴിക്കും. അങ്ങനെ ഒരു അഡിക്റ്റ് ആയതുപോലെ എനിക്ക് തോന്നി. അതിനുശേഷമാണ് ഞാൻ ഈ ഡിവൈനിലൊരു ധ്യാനത്തിന് പോകുന്നത്. അവിടെ വെച്ച് എന്നെ വല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൃപ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അന്ന് ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഇനി ഒരിക്കലും മദ്യം ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രതിജ്ഞ ചെയ്തു ദൈവത്തിൻ്റെ മുമ്പാകെ. ഇനി ഈ ഈ ഈ ലഹരി പദാർത്ഥം ഞാൻ ഉപയോഗിക്കത്തില്ല. മദ്യം, മയക്കുമരുന്ന് കിട്ടുന്നതെല്ലാം ഉപയോഗിക്കും, സ്തംഭാക്കും. കാരണം അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ആയിരുന്നു കൂടെ ഉള്ളായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ ജീവിച്ചപ്പോഴാണ് ഞാൻ അത് വേണ്ടാന്ന് ഉപേക്ഷിച്ചു. അതിനുശേഷം എനിക്ക് ബൈബിള് വായിക്കണമെന്ന് പറഞ്ഞ് അതിയായ ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായി. അന്ന് വരെ എനിക്കറിയത്തില്ല ബൈബിൾ എന്താണെന്നും യേശുക്രിസ്തു എന്താണെന്നും സ്നേഹം എന്താണെന്നും വിശുദ്ധ കുർബാന എന്താണെന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ബൈബിള് വായിച്ചു. രാത്രി 12-1 മണി വരെ ഞാൻ കിടന്ന് ബൈബിള് വായിക്കും. ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കർത്താവിൻ്റെ ഒരു ദർശനം ഉണ്ടായി. ദർശനം അത് ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. എൻ്റെ പഴയ വീട്ടിൽ വെച്ചാണ്. നല്ല തൂവെള്ള ധരിച്ചിട്ട് യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ ദർശനത്തിൽ കൂടെ കാണുവാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് യൂണിറ്റിലേക്ക് പോയി. ശ്രീനഗറിൽ പോസ്റ്റിങ് പോകുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു വലിയൊരു അനുഭവം. കാരണം മരണത്തിൻ്റെ അവസ്ഥയിലും ദൈവം എന്നെ വിടുവിച്ച അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ഞാൻ ജമ്മുവിൽ നിന്നും ഇവിടുന്ന് നമുക്ക് ട്രെയിനിൽ ജമ്മുവിൽ പോയിട്ട് ജമ്മുവിൽ ഒരു ദിവസം ട്രാൻസിസ്റ്റ് ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് പിന്നെ രാവിലെ 4 മണിയാകുമ്പം കോൺവേ കൂടെയാണ് പോകുന്നത്. അന്ന് ടെററിസ്റ്റ് ആക്ടിവിറ്റീസൊക്കെ ഉള്ള വളരെ അധികമുള്ള സമയമാണ് ആ സമയം. 90, 92, 94 കാലങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിരുന്നു. ഉദംപൂർ കഴിഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു അങ്കലാപ്പ്, എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ബൈബിളുണ്ട്. ഞാൻ ആ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി. ഏകദേശം നമുക്കറിയാം അവിടുത്തെ റോഡെന്ന് പറയുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. നമ്മളിവിടുത്തെ പോലെ ടാർ ചെയ്ത റോഡൊന്നുമല്ല. 2 വണ്ടി കഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, അത്രയേ ഉള്ളൂ. ആ ബനിയാളെന്ന് പറഞ്ഞത് ഏറ്റവും ഉരുകം കൂടിയ ഒരു സ്ഥലമാണ്. അതിൻ്റെ താഴെ കൂടാണ് ചിനാർ നദി ഒഴുകുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ കൂടെയുള്ള ബസ്സെല്ലാം കടന്നുപോയി. അപ്പം ഞങ്ങൾ മാത്രം ഒറ്റയ്ക്കായി. ഈ ചിനാർ എന്ന് പറഞ്ഞ ആ നദിയുടെ സൈഡിൽ കൂടെ ഒരു ബസ് ഇങ്ങനെ പാസ് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ടൊരു ട്രക്ക് വരുന്നുണ്ട്. ആപ്പിളും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് ട്രക്ക് വരുന്നു. ആ ട്രക്കിന് സൈഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ചിനാർ നദിയുടെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കട്ടിങ് സൈഡാണ്. വണ്ടി സൈഡ് കൊടുത്തുമ്പോൾ ഇതിൻ്റെ ബമ്പറും സാരിയും ഇല്ലെങ്കിൽ റോഡിൻ്റെ പെട്ടെന്ന് ഒരു ഭാഗത്തോട്ട് അങ്ങ് താന്നു. അപ്പം കൂട്ടം നിലവിളിച്ചു. എല്ലാവരും കൂടെ ബസ്സിനകത്തിരുന്ന് നിലവിളിച്ചു. കാരണം ഇനിയും ഒരു രക്ഷയുമില്ല. കാരണം ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തം ഒന്നും കിട്ടാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതെ, നമുക്കറിയാം. അത് പോയി കഴിഞ്ഞാൽ പിന്നെ പൊക്കിയെടുക്കാൻ പോലും കിട്ടത്തില്ല. അപ്പം ഈ സമയത്ത് ഇവളൊരു ദർശനം കണ്ടു. എൻ്റെ ഭാര്യ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവർക്ക് വിഷം കൊടുത്തു. അപ്പോൾ ഞാൻ അതിൽ നിന്നും പെട്ടെന്ന് ഓരോരുത്തർ പതുക്കെ സൈഡിൽ കൂടെ ഇറങ്ങി. അങ്ങനെ ഒരു വലിയ അപകടത്തിലും കർത്താവ് അവിടുന്ന് വിടുവിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റിട്ടയർമെൻറ്റ് ചെയ്തു, വാളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. ശേഷം 1 വർഷക്കാലത്തിന് ശേഷം ഞാൻ ദുബൈയിലേക്ക് പോയി. അവിടെ ഏകദേശം 12-13 വർഷക്കാലം ഒരു കമ്പനിയിൽ സേഫ്റ്റി എഞ്ചിനീയർ, സേഫ്റ്റി മാനേജറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ എനിക്ക് ഏറ്റവും അവസാനം ഒരു പ്രോജക്റ്റ് എനിക്ക് കിട്ടി. ഏകദേശം 1200 വില്ലയോളമുള്ള ഇതുപോലുള്ള വീട് 1200, ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കിടക്കുന്നു.
മൊബൈലൈസേഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ സൈറ്റിൽ പോയിട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അന്ന് ഡിസേർട്ട് ബൈക്ക് ഞാൻ സൈറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഏകദേശം 4:30 അപ്പം മൊബൈലൈസേഷൻ സമയമായതുകൊണ്ട് ഈ ഹെവി എക്യുപ്മെൻ്റൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന സമയങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും എക്യുപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയണമെന്നാണ് അതിൻ്റെ നിയമം. നമ്മൾ അതിൻ്റെ സ്ഥലം കാണിച്ചു കൊടുക്കും, ആ സ്ഥലത്ത് അത് അൺലോഡ് ചെയ്തിട്ട് ആ സ്ഥലത്ത് തന്നെ അത് വയ്ക്കാവോ എന്നുള്ളൊരു നിയമമുണ്ടല്ലോ. ഇവർ നമ്മളോട് പറഞ്ഞില്ല. ഈ ലേബേഴ്സ് നിൽക്കുന്ന സ്ഥലത്ത് ഇവർ കൊണ്ടുവന്ന് ഇത് അൺലോഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. ആ സമയത്ത് ഞാൻ അതിലെ പാസ് ചെയ്ത് കിടന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുന്നു, നീ ഇവിടെ നിൽക്ക്. ഞാൻ പറഞ്ഞു 4:45 ഇനിയിപ്പോൾ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഓഫീസിൽ പോയി ബാഗ് എടുത്ത് തോളയിലിട്ടപ്പോഴും ഒരു ലേബർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആക്സിഡൻറ്റ് നടന്നു പെട്ടെന്ന് വരും. ഞാൻ പറഞ്ഞു ആക്സിഡൻറ്റ് ഇപ്പം നടക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഹൈറ്റായിട്ടുള്ള സ്ഥലമൊന്നുമില്ല, വേറെ അങ്ങനെ ഒരു സാഹചര്യമില്ല ആക്സിഡൻറ്റ് നടക്കുന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നപ്പം ഇവിടെ ഒരു ട്രക്ക് കിടക്കുന്നു. ആ ലോവർ ബെഡിൽ നിന്നുള്ള ട്രക്ക് അവർ അൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു റാമ്പുണ്ട്, അത് മെറ്റലാണ്, ഏകദേശം 1-2 ടണ്ണ് വരും. അത് ഹൈഡ്രോളിക് പവറാണ്, അതിങ്ങനെ താഴോട്ടാണ് അത് വരുന്നത്. ഓട്ടോമാറ്റിക്കൽ പിന്നെ ഷവൽ നമുക്ക് ഇറക്കാം അതേന്ന്. അപ്പോൾ ഇത് വർക്ക് ചെയ്താന്ന് വന്നപ്പം ഒരു പാകിസ്ഥാനി ഡ്രൈവറായിരുന്നു. അദ്ദേഹം അതേ പിടിച്ച് തെള്ളിയ സമയത്ത് ഈ ഒരു ലേബർ അതിലെ പാസ് ചെയ്തു പോയപ്പോൾ അവൻ്റെ ദേഹത്ത് എന്തായാലും വീണില്ല, അവൻ്റെ കാലിൽ ചെന്ന് വീണു. കാല് ഒടിഞ്ഞ് ഏകദേശം 2 പീസോളം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഈ സംഭവം പോലീസ് സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഏകദേശം 12 മണിയോളം ആ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കയറുന്നതന്നെ എനിക്ക് പേടിയാണ്. അവരന്വേഷിച്ചു. എന്നെ അടുത്ത ദിവസം ഇന്നത്തെ ദിവസം അവർ വന്നു, ഷിഫ്റ്റ് ചേഞ്ചായി, നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ഐ ഡി അവിടെ വാങ്ങിച്ചു വെച്ചു. പിറ്റേ ദിവസം ഈ സമയത്ത് തന്നെ ഈ 10 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അന്ന് ഞങ്ങളുടെ ഐ ഡി വാങ്ങിച്ചു. ഞങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. അപ്പം അവർ പറയുന്നത് ഞാനാണ് കുറ്റക്കാരൻ. അങ്ങനെ ആ കേസ് അങ്ങനെ പോയി. ഏകദേശം ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടാണ് അവിടെ വാങ്ങിച്ചു വെക്കുന്നത്. എന്നോട് പാസ്പോർട്ടൊന്നും വാങ്ങിച്ചു വെച്ചില്ലെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കേസ് അവിടെ ക്ലോസ് ആയി കാണുമല്ലോ. അദ്ദേഹം ഒരു 6 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. അവർ പറഞ്ഞു വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ട് കാല് മുറിച്ച് കളയേണ്ടി വന്നതിന്. ശേഷം ഈ പുള്ളിക്കാരൻ ലോങ് ലീവിന് നാട്ടിൽ പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു കേസ് ക്ലോസ് ആയത്. ഏകദേശം 18 മാസം ഇങ്ങനെ പോയി. അങ്ങനെ ഞാൻ ലീവിന് അപ്ലൈ ചെയ്തു. ലീവിന് അപ്ലൈ ചെയ്യാൻ കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു ഇതുപോലെയാണ് എൻ്റെ പപ്പ വയ്യാതെ കിടക്കുന്നു, എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ വേറൊരു പാസ്പോർട്ട് വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നുവരെ ഈ കേസ് തീരുന്നില്ലയോ, ഇവിടെ നിന്ന് ഈ കേസ് കോർട്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അവിടുത്തെ കേസും കഴിഞ്ഞ് ഈ പുള്ളിക്കാരന് കമ്പൻസേഷൻ കൊടുത്തിട്ട് എനിക്ക് റിലീസ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമത്തിലായി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ ഞാൻ GM ഒരു മെയിൽ അയച്ചു. അന്ന് വരെ GM ആരും അങ്ങനെ മെയിൽ അയക്കുന്ന ഒരു ഇതില്ല, കമ്പനിയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. കാരണം എന്നുവരെ ആക്സിഡൻറ്റ് പറ്റുന്നു അന്ന് വരെ ആ കേസ് തീരാതെ അയാൾക്ക് പോകാനേ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ GM കത്തെഴുതി. അദ്ദേഹം എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അദ്ദേഹം തന്നെ ഒരു ലോയറെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. എന്നെ പെട്ടെന്ന് വിടാനുള്ള ഒരു തീരുമാനം അദ്ദേഹം ആ കമ്പനിയിൽ ചെയ്തു. അങ്ങനെ ഒരു ലോയറെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് അദ്ദേഹം ആ കേസ് കോർട്ടിൽ പോകാതെ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് തീർത്തു തന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. എനിക്ക് പിതാവിനെ കാണാൻ സാധിച്ചു. യാതൊരു ബോധമില്ലാതെ കിടക്കുന്ന ഒരു സമയം ഞാൻ വന്നു, വിളിച്ചു, എൻ്റെ പേര് ചോദിച്ചു, ഞാൻ കുറച്ച് വെള്ളം കോരി കൊടുത്തു. അതിന് ശേഷം ഒരു 10-12 മണിക്കൂറിന് ശേഷം പിതാവ് ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇദ്ദേഹം പങ്കുവച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, അദ്ദേഹത്തിന്
പട്ടാളത്തിൽ വെച്ചുണ്ടായിരുന്നൊരു ആക്സിഡൻറ്റ്, അത് ഇവിടെ നിന്ന് ഭാര്യയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഇടയായ പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? അത് എനിക്ക് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന ആ നാൾ മുതൽ പ്രാർത്ഥനയോടുള്ള ഒരു അടുപ്പം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, നാമതായി ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, പള്ളിയിൽ പോന്നു, അവിടെ ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു. ഇവിടെ വന്ന് അപ്പം ആ കുടുംബജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥന ചൈതന്യത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് അതിന് വല്ല വചനപ്രഘോഷണം വല്ല സഹായമായോ? വചനപ്രഘോഷണം എനിക്ക് സഹായമെന്ന് ചോദിച്ചാൽ, എനിക്ക് പണ്ട് എനിക്കൊരു തലവേദന വന്നിരുന്നു. അപ്പം അതെന്നെ കല്യാണം കഴിച്ചോട്ട് കൊണ്ടുവന്ന ശേഷം ഒരു കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പം അങ്ങനെ തലവേദന വന്നിട്ട് പത്തനംതിട്ട ഹോസ്പിറ്റലിൽ, അടൂർ ഹോസ്പിറ്റലിൽ, പിന്നെ അവിടെ നിന്ന് പുള്ളി ലീവിന് വന്നപ്പം തിരുവനന്തപുരം ചിത്രായി വരെ കൊണ്ടുപോയി ചികിത്സിച്ചു. പക്ഷെങ്കിൽ ആ തലവേദനയ്ക്ക് ഈ മരുന്ന് കൊണ്ടൊന്നും യാതൊരു പ്രയോജനം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നായ്ക്കുമ്പറമ്പ് അച്ഛൻ്റെ ഒരു ധ്യാനം പത്തനംതിട്ട വന്നേ. അവിടെ വെച്ച് എനിക്ക് ഇങ്ങനെ 7 പേരുടെ തലവേദന മാറ്റിത്തരുമെന്ന് അവിടെ പറയുണ്ടായി. അതിൽ പിന്നെ അത് കഴിഞ്ഞാണ് എനിക്ക് ഇങ്ങനെ ദൈവീകമായുള്ള അനുഭവത്തിലേക്ക് ഞാൻ വന്നത്. പിന്നെ ഞങ്ങളുടെ വികാരി അച്ഛനൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ തന്നെ ഒരു പ്രാർത്ഥന സെല്ലുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ദിവസം കൂടി ഞങ്ങൾ 6-7 അമ്മമാർ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ദർശനത്തിൽ കിട്ടിയത് എങ്ങനെയാണ്? പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണോ? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു ദർശനം ഇങ്ങനെ ഉണ്ടായി, ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് വരാൻ പോകുന്നു എന്നുള്ള ഒരു ദർശനം എനിക്കുണ്ടായി. അപ്പം ഞാൻ അത് പങ്കുവെച്ച് പറഞ്ഞിരുന്നു. ഒരു കുടുംബിനി എന്ന നിലയിൽ ഈ കുടുംബത്തിൽ വേറെ പ്രായമായവരൊരു ആരും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ ഞാനൊരു അമ്മച്ചിയെ കണ്ടത് സ്വന്തം അമ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിലായിരിക്കുമ്പോഴേ ഭർത്താവില്ല, ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു കുടുംബിനി എന്ന നിലയിൽ ഈ കുടുംബത്തെ എങ്ങനെ നയിച്ചെന്നൊന്ന് പറയാമോ? ഞാൻ എന്നും ദൈവബലിക്ക് പോകുമായിരുന്നു രാവിലെ, എന്നും അത് പോകും. അപ്പോൾ ഇവിടെ അപ്പച്ചൻ ഏകദേശം 3 വർഷത്തോളം കിടന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അപ്പച്ചൻ കിടന്നതിന് ശേഷം അമ്മ ഇപ്പം വന്നിട്ട് 5.5 വർഷമായി. ഈ 5.5 വർഷം കഴിഞ്ഞ് അമ്മയെന്ന് പറയുന്നത് എൻ്റെ അമ്മ വന്നിട്ട് ഒരു സ്ട്രോക്കായിട്ട് വന്നായിരുന്നു. സ്ട്രോക്കായിട്ട് അമ്മയ്ക്ക് റൈറ്റ് സൈഡ് കൂടിയിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടായിട്ടാണ് എൻ്റെ അമ്മ ഇവിടോട്ട് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ നാത്തൂൻ മരിച്ചു പോയതാണ്. സഹോദരനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ നാത്തൂൻ മരിച്ചു പോയപ്പോൾ എൻ്റെ അമ്മയെ നോക്കാൻ ആരുമില്ല. ആ സാഹചര്യത്തിലാണ് എൻ്റെ അമ്മയെ സ്ട്രോക്ക് മൂലം ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ചെല്ലണമെന്ന് ഒന്നും ഒരു അറിയാൻ വയ്യാത്ത എത്തിച്ചേരാൻ വയ്യാത്തൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പം 3 പേരുണ്ട് പ്രായമുള്ളവർ. അപ്പച്ചന് തീരെ അവശതയാണ്. രാവിലെ എല്ലാം അവിടെ കുളിപ്പിച്ചിരുത്തിയിട്ട് പിന്നെ വീൽ ചെയറിൽ സിറ്റ് ഔട്ടിൽ കൊണ്ടിരുത്തും. പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എനിക്ക് കരുത്ത് കിട്ടിയത് ദേവിക്ക് ബലിയിൽ പോയത് കൊണ്ട് മാത്രം. ഇത്രയും ഭാരിച്ച കുടുംബ ഉത്തരവാദിത്തമുള്ള ആള് ഈ കാറ്റഗിസം എങ്ങനെ പഠിപ്പിച്ചു? അതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. എൻ്റെ സാമർത്ഥ്യം എടുക്കുക ഒന്നുമില്ല, തമ്പുരാൻ നടത്തുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ തമ്പുരാൻ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ഞാൻ വന്ന നാടോട്ട്, ഇപ്പോൾ ഈ ഒക്ടോബർ 30 വർഷമാകുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ 2 കാറ്റഗിസം ടീച്ചേഴ്സ് തന്നെ ആയതുകൊണ്ട് നിങ്ങളുടെ മക്കളിലേക്ക് അത് പകർന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? മക്കളെ ഞാൻ എൻ്റെ കുഞ്ഞിലെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളിവിടെ കൂട്ടായ്മയുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോനെ ആണെങ്കിലും ഞാൻ അംഗൻവാടി കൊണ്ടുവിടുമ്പോൾ ഞാൻ ആ ഉച്ച വെയിലോട് ഇവിടുത്തെ ഊണെല്ലാം കഴിഞ്ഞ് അപ്പച്ചനും അമ്മച്ചനും കൊടുത്തതിന് ശേഷം ഞാൻ ഉച്ച വെയിലോടെ 2 മണിക്ക് തന്നെ ഞാൻ അംഗൻവാടി പോയി ചെന്ന് മകനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥന കൂട്ടായ്മയിൽ കയറിയിട്ടാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അത് 2 മക്കളെ അങ്ങനെ ആയിരുന്നു. പിന്നെ എവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായാലും ഞാൻ കൊണ്ടുപോകും, ഞാൻ അവരെ കൊണ്ടുപോകും. അപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൾ ഒത്തിരിയും പ്രാർത്ഥിക്കും, ഭദ്രം പറഞ്ഞൊക്കെ ഒത്തിരിയും പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഒത്തിരി ദൈവിക അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില അമ്മച്ചമാരും കേട്ടിട്ടുണ്ട് ഇവിടെ. അപ്പം അവർക്ക് മനസ്സിലാവില്ല ഇത്ര ബിസിയായ ഒരു അമ്മ മക്കളെ അങ്ങനെ വചനം പഠിച്ചു. അവർക്ക് വചനമൊക്കെ അറിയാമല്ലോ കുറേയൊക്കെ. വചനം അറിയാം. പിന്നെ കുഞ്ഞിലെ തൊട്ടേ അവരെ ഞാൻ ആദ്യമേ തന്നെ പള്ളിയിലങ്ങ് പറഞ്ഞു വിടും. അപ്പം ഞാൻ ഞാൻ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞായിരിക്കും ഞാൻ പോകുന്നത്. എനിക്ക് വീട്ടിലെല്ലാം ജോലിയും ചെയ്ത് വിടും. ഇവരെ ഞാൻ ആദ്യം പള്ളി വിടും. പിന്നെ മോനാണെങ്കിൽ 10-13 വർഷത്തോളം മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്ത ആളാണ് മോന്. അത് കഴിഞ്ഞാണ് അവിടെ പോയത്. പിന്നെ സൺഡേ സ്കൂൾ പഠിക്കും, അതിലെല്ലാം നല്ല ആക്റ്റീവായിട്ട് നിന്നു മോനും മോളും. പിന്നെ പ്രാർത്ഥനയിലായാലും സന്ധ്യയ്ക്ക് 6 മണിക്ക് ഞങ്ങളുടെ ഈ പള്ളിയിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നൊരു ശീലമുണ്ട്. പിന്നെ വൈകിട്ടായാലും പായിട്ട് ഇവിടെ
വന്നിരുന്ന് പ്രാർത്ഥിക്കും, എല്ലാവരെയും കൊണ്ടും പ്രാർത്ഥിപ്പിക്കും, വചനം വായിപ്പിക്കും, പ്രാർത്ഥിപ്പിക്കും. വാസ്തവത്തിൽ ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് നിന്ന് വളരാൻ പറ്റില്ല ഒരിക്കലും. ഒരു കുടുംബമായാലും ശരി. സഭയുടെ ഒരു പൂർണ്ണ രൂപമാണ് ഇടവക തലങ്ങളിലുള്ള കൂട്ടായ്മകൾ. പ്രത്യേകിച്ച് കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവലിനുള്ളൊരു പ്രത്യേകതയാണ് വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് വരുന്നവർ കൂട്ടായ്മയായി വളരുന്നൊരവസ്ഥ. ഞാൻ മനസ്സിലാക്കുന്നത് അത് കേരളത്തിലെ ഇടവകളിൽ അങ്ങനെ ഒരു കൂട്ടായ്മകളുള്ളത് പലയിടത്തും മലങ്കര സഭയിൽ ഉള്ളതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ ആവശ്യമാണല്ലോ. നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുകയും നമ്മുടെ പരസ്പര ഭാരങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് വലിയൊരു ആശ്വാസവും അത് ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വളർന്നു വരാനുള്ള ഒരു ഉപാധിയുമാണല്ലോ. അപ്പോൾ ഞങ്ങൾ കോവിഡ് സമയത്ത് ഇവിടെ കൂട്ടായ്മയൊന്നും ഇല്ലായിരുന്ന സമയത്ത് അതിന് മുമ്പും ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് ഓരോ ഭവനത്തിൽ ഞങ്ങൾ കൂടി നമ്മൾ പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആവുന്നത്ര അറിയാവുന്ന വചനങ്ങൾ ഞങ്ങൾ പങ്കുവെച്ച് അങ്ങനെ വിശ്വാസത്തിൽ വളർന്നിരുന്നു. ഞങ്ങളൊരു പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. കേരള പോലീസിൽ നിന്നും 34 വർഷത്തെ സർവീസിന് ശേഷം സീനിയർ ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡായ വിൽസൺ സ്കറിയ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസി വിൽസൺ 34 വർഷക്കാലം അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ട് റിട്ടയർഡായിട്ട് ഇപ്പോൾ കൂട്ടായ്മയിലും കുടുംബാംഗങ്ങളിലും നമ്മുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് സജീവമായിട്ട് പങ്കുകൊള്ളുന്നു. ജെയിംസ് അബ്രഹാം 34 വർഷക്കാല പ്രവാസ ജീവിതത്തിന് ശേഷം ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിലായിരിക്കുന്നു. ഒപ്പം ഇടവകയിലെ ട്രസ്റ്റി ആയിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ MCA വിൽസൺ ഡി പോൾ എന്നീ കൂട്ടായ്മയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിൻസി ജെയിംസ് 30 വർഷമായിട്ട് പുള്ളിക്കാരത്തി സൺഡേ സ്കൂൾ അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ മാതൃസമാജം ഇടവകയിലെ എല്ലാ സജീവമായ പ്രവർത്തനങ്ങളും പങ്കെടുത്തുകൊണ്ട് എല്ലാവരെയും സഹായിക്കുകയും കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്തുകയും ചെയ്യുന്നു. ബാബു സാറ് ഇപ്പോൾ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാഷാണ്. അതിനു മുമ്പ് ഞാൻ ഹെഡ് മാഷായിരുന്നു. ഞാനാണ് അദ്ദേഹത്തെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാഷ് സ്ഥാനം ഏൽപ്പിച്ചത്. അദ്ദേഹവും ഞാനും യൂണിഫോംഡ് ഫോഴ്സിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ആത്മബന്ധമുണ്ട്. വർഷങ്ങളായി കുടുംബ സുഹൃത്തുക്കളുമാണ്. നമ്മുടെ ഇടവകയിൽ അദ്ദേഹം നേരത്തെ പള്ളി ട്രസ്റ്റിയായിട്ടും സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയി വന്ന ശേഷം അദ്ദേഹം സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പത്തനംതിട്ട രൂപതയുടെ സുവിശേഷ സമിതിയിലെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ ദേവാലയത്തിലെ വിൻസൻ ഡി പോളിൻ്റെയും MCAയിലും എല്ലാം സജീവമായി പ്രവർത്തിച്ചു വരുന്നു. സുജയെക്കുറിച്ച് പറയാനാണെങ്കിൽ 25 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. അന്ന് തൊട്ട് ഈ ദിവസം വരെയും ഒരേ രീതിയിൽ തന്നെയാണ് സുജ ജീവിക്കുന്നത്. ഞങ്ങളുടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ഞായറാഴ്ച ദിവസം സൺഡേ സ്കൂളിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വരും. പിന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് ഏകദേശം ഒരു 11:30 മണിയോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും തിരികെ പോകുന്നത്. അപ്പോഴും ഞങ്ങൾ ചിന്തിക്കും ഞങ്ങൾ പരസ്പരം ടീച്ചേഴ്സുമാർ തമ്മിൽ പറയും, വീട്ടിൽ അമ്മ പ്രായമായി കിടന്ന ആ അവസരത്തിൽ പോലും ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളാണ് സുജ. സൺഡേ സ്കൂള്, മാതൃസമാജം, എല്ലാ വെള്ളിയാഴ്ചയിലും മാതൃസമാജത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. 10:30 പള്ളിയിൽ തുടങ്ങും. പിന്നെ കറക്റ്റ് 10:30 തന്നെ വന്ന് ഞങ്ങളെല്ലാം ലീഡ് ചെയ്യുന്ന ഒരാളാണ് സുജ. മലങ്കര കത്തോലിക്ക സഭയിലെ പത്തനംതിട്ട രൂപതയിലെ ഒരു മലയോര പ്രദേശമാണ് കൂന്നി എന്നുള്ളത്. ഇവിടുത്തെ ഈ ഇടവക കൂന്നി താഴം ഇടവക വളരെ സജീവമായിട്ട് ദൈവത്തോടും സഭയോടും ഉദാശപരമായിട്ടുള്ള ജീവിതത്തോടുള്ള വളരെ താല്പര്യമുള്ള ധാരാളം ആളുകളുള്ള ഒരു ഇടവക സമൂഹമാണ്. അവിടെ വിശ്വാസ പരിശീലനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ബാബുശാനാണ്. ഞാനിവിടെ വന്നിട്ട് 1.5 വർഷം ആവുന്നതേ ഉള്ളൂ. ഈ ഒരു കാലയളവിലുള്ള പരിചയമാണ്. നമുക്ക് വിശ്വാസ പരിശീലനത്തിൽ കുട്ടികളെ നയിക്കുക, കാറ്റഗിസം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മേഖലയാണത്. തീർച്ചയായിട്ടും അത് ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കണം, എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ബാബുശാനും കുടുംബവും
വളരെ താല്പര്യത്തോടു കൂടി ഈശോയുടെ വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതാണ് രണ്ടുപേരും. കുർബാനയ്ക്ക് വന്ന് ഇടവകയുടെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായിട്ട് പോകുന്ന ഒരു കുടുംബം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ബലിപീഠത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനന്തമായ സ്നേഹമാണ്, ശക്തിയാണ്, കൃപയാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത വിധമുള്ള ഒരു ദൈവീക അനുഭവമാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദേവാലയത്തിൽ നിന്ന് ലഭിച്ചതായ അനുഗ്രഹമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ദൈവം മറ്റൊന്നും എനിക്ക് നൽകിയിട്ടില്ലെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ എൻ്റെ മാതാപിതാക്കന്മാരും എൻ്റെ വല്യപ്പച്ചനും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഓർക്കുമ്പോൾ അവരുടെ വഴികളെ പിന്തുടരുവാൻ കർത്താവ് എനിക്കും ഭാഗ്യം തന്നു. അതിനായിട്ട് അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഓരോ ദിവസവും ഈ അൾത്താരയിൽ വെച്ച് വിളമ്പുന്ന ആ ജീവരക്തമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നാനാമേഖലയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ജോഷുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ദാസനായ മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ശക്തനും ധീരന്മാരിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നിൻ്റെ ആദരത്തിൽ ഉണ്ടായിരിക്കണം, അവയെ ഇടപെടാതെ പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം വരിക്കുകയും ചെയ്യും. ഞാൻ ഈ ദേവാലയത്തിനുള്ളിൽ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് വചനം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തെ അത്രയധികം സ്വാധീനിച്ച ഒരു വചനമാണ് ഈ ജോഷുവയുടെ പുസ്തകത്തിലെ എൻ്റെ ദാസനായ മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ശക്തനും ധീരനുമായിരിക്കുക. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നിൻ്റെ ആദരത്തിൽ ഉണ്ടായിരിക്കണം, അവയെ ഇടപെടാതെ പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അത് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് പകർന്നു കൊടുക്കുവാൻ ഞാൻ അത്യധികമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 15 വർഷത്തിൽ കൂടുതലധികമായിട്ട് എൻ്റെ ജീവിത പങ്കാളിയും ഞാനും ലിബിയയിൽ നിന്ന് കുറേയേറെ വചനോത്സവം വരുത്തി അത് അക്രൈസ്തവരായ മക്കൾക്ക് കൊടുക്കുകയും അത് അവരുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹപ്രദമായി തീരുന്നുവെന്ന് ഒരനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകം അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുവാനും അവരുടെ അത് മനസ്സിൽ അത് ഹൃദയസ്ഥമാക്കുവാനും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഞാനും ഞങ്ങളുടെ സഭയിലെ എല്ലാ അധ്യാപകരും വളരെയേറെ പരിശ്രമിക്കുന്നു. കുഞ്ഞുങ്ങളത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മളോടൊത്ത് സംസാരിച്ചത് ബ്രദർ ബാബുവാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ കുടുംബത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങൾക്കും ഇടയിലെ എപ്രകാരമാണ് തൻ്റെ ഇടവകയിലും സഭയിലും അഥവാ രൂപതയിലുള്ള ഓരോ വചനപ്രഘോഷണ രംഗത്തും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിലെ അൽമേൻ്റെ വിളിയും ദൗത്യവും തിരിച്ചറിഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലും ക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തിലും ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിലും ഒരുപോലെ പങ്കുപറ്റുന്ന ഒരു അൽമേനെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വഴി പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിച്ചതിന് പ്രത്യുത്തരം കൊടുക്കുന്ന ധാരാളം വിശ്വാസികൾ ഇതുപോലെയുണ്ട്. ഈ സഹോദരൻ്റെ ജീവിതം നമുക്കും പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുവാനും ശുശ്രൂഷയിൽ വ്യാപൃതരാകുവാനും ഇടയാകട്ടെ. നമുക്കൊരു നിമിഷം ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളോടൊത്ത് സഹകരിച്ച് ഈ സഹോദരനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രാർത്ഥനാ സമൂഹത്തെയും ഇവരുടെ ശുശ്രൂഷകളെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയുമായി നമുക്ക് കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.